ഹലോ എവറി വൺ, ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബാക്ക് പാക്കർ അരുണിമ ട്രാവൽ വ്ളോഗർ എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ. ആ വ്യക്തി കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് USA പോയിട്ട് അവിടുന്ന് പുള്ളിക്കാരത്തേക്ക് നേരിട്ട ചില അനുഭവങ്ങൾ അതൊരു വിവാദ വീഡിയോ ആയിട്ട് പുറത്തു വന്നു. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. അരുണിമേനെ ഒരുപാട് പേര് റോസ്റ്റ് ചെയ്തു. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഞാൻ ഈ വീഡിയോ 2-3 ദിവസം മുമ്പ് കണ്ടിരുന്നു, ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി കേട്ടു. പക്ഷെ അതിനകത്ത് കൂടെ ഡീപ്പായിട്ട് പോയിട്ടില്ലായിരുന്നു. കാരണം ഈ ട്രാവൽ വ്ളോഗേഴ്സിന്റെ വീഡിയോസ് ഒന്നും ഞാൻ അധികം കാണാറില്ല, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഈ വീഡിയോന്റെ അന്ന് കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ ഈ അരുണിമയുടെ ഒരു എന്താ പറയുന്ന റിയാക്ഷൻ വീഡിയോ, അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി സംസാരിച്ചതായിട്ടുള്ള ഒരു വീഡിയോ കണ്ടപ്പം വളരെ സങ്കടം തോന്നിപ്പോയി. ഒരു പെൺകുട്ടി രാത്രി 12 മണിക്കൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക്, അതും അപരിചിതമായ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇറക്കി വിടപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു വിഷമം തോന്നിപ്പോയി. ഈ അരുണിമയുടെ ഈ ഒരു വിഷയത്തെ പറ്റി ഇന്ന് അതിൻ്റെ ആ ഫാമിലിയുടെ ഒരു റിയാക്ഷൻ വീഡിയോ കൂടെ കണ്ടപ്പോൾ എന്തൊക്കെയോ സംതിങ് അതിനകത്ത് ഈ 2 പേരും പറയുന്നതിനകത്ത് അല്ലാതെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു നിഗമനം എനിക്കുണ്ടായി. അപ്പോൾ അതിന്റെ ബേസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അരുണിമ ഒരു മെട്രോ സ്റ്റേഷനിലോ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും പിന്നീട് അവളെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ അവർ വന്നില്ല, എന്തോ കാരണവശാൽ അവർ വന്നില്ല. അപ്പൊ വരാത്തത് കൊണ്ട് അവൾ തനിച്ചിനി വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അവൾ സ്വന്തം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് രാത്രി പുറത്തിറങ്ങി എന്നിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരുണിമ ഈ പുറത്തു പോയ സമയത്ത് ഈ അപ്പനും അമ്മയും മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് അവരുടെ കൊച്ചുമക്കൾ വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ കൊച്ചുമക്കൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നു. ഒരുപക്ഷെ ഈ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയും അവരുടെ പാർട്ട്ണറും ഈ അരുണിമ ആ വീട്ടിൽ വന്ന കാര്യം ഒരുപക്ഷെ ഈ കൊച്ചുമക്കളോടും വീട്ടിലുള്ളവരോടും പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. എൻ്റെ ഒരു ഗസ്സിങ്ങിൽ അത് പറയാതിരിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം ആ പെൺകുട്ടീനെ വിളിക്കാം ചെല്ലാമെന്ന് പറഞ്ഞ ആ ഒരു യാത്ര പോലും ഈ ഫാമിലി മുടക്കി. അപ്പൊ അവിടെ എന്തൊക്കെയോ ആ ഇൻ ബിറ്റ്വീൻ ഒരു കശപിശ നടന്നിട്ടുണ്ട്. ആ കശപിശയുടെ ബാക്കി പത്രമാണ് ഈ അരുണിമ അവിടെ നിന്നും ഇറങ്ങി പോകുന്നതായിട്ടുള്ള ഒരു സിനാരിയോയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിച്ച്. ഇനി ആദ്യം നമുക്ക് അരുണിമയുടെ വീഡിയോ ഒന്ന് കേട്ടിട്ട് വരാം. ഞാനിവിടെ മെട്രോ സ്റ്റേഷനിൽ, അതായത് ട്രെയിൻ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് എന്നെ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞാൽ മലയാളീസ് വരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ്. എന്തായാലും തണുപ്പ് മഴയൊക്കെയാണ്. സോ നാളെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ വരാം. അപ്പോൾ അതായിരിക്കും പെട്ടെന്ന് തോന്നുന്നു ട്രെയിനിലൊക്കെ കയറി പോവാം. ഞാനിത് ഇപ്പോൾ നിൽക്കുന്നത് US-ലാണ്, ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാനിതാ ഈ ഒരു ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് 4 വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത്. ആൾ ഭയങ്കര പാവമായിരുന്നു. എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു. ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവരുടെ മക്കളുടെ വീട്ടിലും, അതായത് ആൾ വലിയ വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ. സോ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചതാണ്. പക്ഷേ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയിൽ 2-ാം ദിവസം ഞാൻ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2 ദിവസം ഞാൻ താമസിച്ചത്, ഇപ്പോൾ 3-ാമത്തെ നൈറ്റായി. സോ ആളാണ് എന്നെ എയർപോർട്ടിൽ വന്ന് വിളിച്ചതും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു. ഭയങ്കര പാവമായിരുന്നു, എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഇപ്പോൾ രാത്രി സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 12 മണിക്കാണ് ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഇവിടെ എങ്ങോട്ടാണ് പോകാന്നുള്ളത്. പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഈവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു മനസ്സിലില്ല, എനിക്കൊരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ആരും വിളിച്ച് രാത്രി ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര പാവമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആൾ മോശമായി ചെയ്തതെന്ന് ആലോചിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാരണം ആൾ പറയുന്നത്, പുള്ളിക്കാരൻ എടുത്ത് വന്ന് പറഞ്ഞത്, അതായത് സ്വന്തം അമ്മയുടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും, ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും കൾച്ചർ. എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം. കാരണം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അത്രയും ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആളെന്നെ ഇന്ന് 70 വയസ്സുണ്ട്. 70 വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടേ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളിൻ്റെ കൂടെ വന്നു. അതായത് അത്രയും എനിക്ക് എന്താ പറയുക, പക്ഷേ ആൾ ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെ ഇതായി നിൽക്കുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം 4 വർഷമായിട്ട് എനിക്കറിയാം ഞാൻ US വരുന്നു, എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ വിസ കൊടുക്ക് എന്നാൽ US വരുന്നത് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു. പക്ഷേ മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം അച്ഛനോടൊക്കെ എങ്ങനെ കാണിക്കുന്നത് എനിക്കറിയില്ലല്ലോ. എന്തായാലും ഇവിടെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പൊ അരുണിമയുടെ ഈ വീഡിയോയില് അരുണിമ പറയുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പോയി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അരുണിമ പറയുന്നത്, അരുണിമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ അതൊന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, രാത്രി 12 മണിക്ക്
പുള്ളിക്കാരത്തി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് ആള് തന്നെ പറയുന്നു കേട്ടോ. ഇറക്കി വിട്ടു എന്നല്ല പറയുന്നത്, ഇറങ്ങിയെന്ന് തന്നെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം വളരെ പാവമാണ്. അപ്പം പുള്ളിക്കാരത്തി പറയുന്നത് അമ്മയുടെ അച്ഛൻ റെന്റിനാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളൊരു ആരോപണം പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അരുണിമ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അപ്പോൾ പുള്ളിക്കാരത്തി പ്രേക്ഷകരോട് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഇറക്കി വിട്ടതിലല്ല എനിക്ക് സങ്കടം, പക്ഷെ ഈ 10-70 വയസ്സ് പ്രായമായ മനുഷ്യൻ സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണല്ലോ ജീവിക്കുന്നത് എന്നുള്ള ഒരു മനോവ്യസനം കൊണ്ട് പുള്ളിക്കാരത്തി ഇറങ്ങിയതാണെന്നുള്ള രീതിയിലാണ് പൊതുജനങ്ങളോട് കാര്യം പറയുന്നത്. പിന്നെ പറയുന്നു, ഞാൻ വലിഞ്ഞു കയറി വന്ന് താമസിച്ചതല്ല, എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്ന് താമസിച്ചത്. പുള്ളിക്കാരൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയം തൊട്ട് പുള്ളിക്കാരത്തെ പിക്ക് ചെയ്യുന്നു, ന്യൂയോർക്കിലൊക്കെ കൊണ്ടുപോകുന്നു, കാണിക്കുന്നു, എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം നന്നായി തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഫാമിലി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫാമിലിയുടെ റിയാക്ഷൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നാളെ പോണെന്നല്ലേ പറഞ്ഞേ? മൺഡേ മോർണിംഗ് എന്നാ പറഞ്ഞേ. പേര് സംസാരിച്ച എന്റെ അപ്പനും അമ്മ ഒരു കാര്യം പറയുമ്പോൾ അത് എന്റെ ഉത്തരവാദിത്തം ചെയ്യാൻ. അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല. ഇപ്പൊ പോണെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. നാളെ പോണെന്നല്ല പറഞ്ഞേ, മൺഡേ മോർണിംഗ് പോണെന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ പാടില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം ട്രാവൽ ചെയ്യുന്നത് 41ാമത്തെ രാജ്യം. നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെയൊക്കെ താമസിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ ലോകം കാണാത്തവരല്ലേ ഞാൻ? ലോകം ഞങ്ങളാരും ലോകം കാണാതിരിക്കുന്നില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അത് നാളെ പോണെന്ന് പറഞ്ഞില്ലേ? ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം. മൺഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത്. ഐ ഡിഡ് നോട്ട് സേ ടുമോറോ. ഡു നോട്ട് ട്രൈ. യാ, അതിന്റെ അർത്ഥം എന്തുവാ? എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഡു നോട്ട് ഡിസ്റെസ്പെക്ട് മീ ഇൻ മൈ ഹോം. And that's the tone that you both of you guys are taking. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായില്ലേ, അതായത് എന്റെ അടുത്ത് അത് രീതിയിലാണ് സംസാരിച്ചത്. അല്ല. Oh my God. എന്നോട് പറയാതെ ഇല്ല, ഞാൻ just bye പറയാൻ വേണ്ടി ആളുടെ സംസാരിച്ചു. ഓക്കെ, ഫാമിലിയിലെ ഏകദേശം 4 മെമ്പേഴ്സ് അവിടെ ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മകളുടെ വീട്ടിൽ ഈ പറയുന്ന അപ്പനും അമ്മയും അവിടെ താമസിക്കുന്നു. മകളുടെ മക്കളായിട്ടുള്ള മോനും മോളുമാണ്, അല്ലെങ്കിൽ മോളും ഹസ്ബൻഡും ആയേക്കാം. അതാരാന്നുള്ളത് ഞാൻ കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ല, മേ ബി അങ്ങനെയായിരിക്കാം. അപ്പൊ ഇവർ വരുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ അരുണിമയോട് പറയുന്നുണ്ട്, പോകണം, ഇപ്പൊ പോകണമെന്നല്ല പറയുന്നത്. അപ്പൊ അവർ നാളെ പോകുന്നതെന്നല്ല പറയുന്നത്, നാളെ പോകുന്ന കാര്യമല്ല, മൺഡേ മോർണിംഗിൽ പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ ജോർജ് എന്ന് പറഞ്ഞ കാർന്നൂര് എൻ്റെ ഇടയ്ക്കൂടെ പറയണം, അവളോട് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംസാരമുണ്ട്, ഇത് എന്നോടല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഫസ്റ്റ് നീ എന്നോടല്ലേ പറഞ്ഞ്, അതെന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതിനൊരു കൗണ്ടറായിട്ട് ഈ കൊച്ചുമോളുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്, അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൊ അരുണിമ അത് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പോകാൻ വേണ്ടി പറഞ്ഞല്ലേ, അപ്പം ഞാൻ പോകുകയാണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തെ പാക്ക് ചെയ്ത് ആ ഫ്രണ്ട് ഡോറിന്റെ പുറത്തിറങ്ങി നിന്നിട്ടാണ് സംസാരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ജോർജ് പറയുന്നുണ്ട്, പോവരുത്, നീ ഇപ്പൊ പോകരുത്, നീ പോകാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തി പോവുകയാണെന്നുള്ള രീതിയിൽ തന്നെ പുറത്തിറങ്ങി നിൽക്കുന്നത്. അരുണിമ ഫാമിലിയോട് പറയുന്നു, ഇത് എൻ്റെ 41ാമത്തെ രാജ്യമാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണല്ലോ, നിങ്ങളെപ്പോലെ ഞാൻ രാജ്യങ്ങൾ ലോകം കാണാത്ത ആളല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഫാമിലി തിരിച്ചു പറയുന്നുണ്ട്, ആരാ ലോകം കാണാത്തത് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു. അപ്പൊ ഫാമിലി പറയുന്നു, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ടില്ല, മൺഡേ വേറെ അക്കോമഡേഷൻ നോക്കണം എന്നുള്ളതാണ് ആ ഫാമിലിയിലെ ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ നാട്ടിലെ ഭാഷയിലല്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ സംസ്കാരത്തിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ ആ രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ പറയുന്നു, നീ എന്നെയും എൻ്റെ വീടിനെയും ബഹുമാനിക്കണം, എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന നീ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വീടിനെയൊക്കെ ബഹുമാനിച്ചു വേണ്ടേ സംസാരിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അരുണിമ തിരിച്ചു പറയുന്നുണ്ട്, എന്നോട് അത്തരത്തില് ആ രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത്, മോശമായ രീതിയിൽ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് അരുണിമ ഇവിടെ പറയുന്നത്. അപ്പോൾ അവർ അതിന് റിപ്ലൈ പറയുന്നു, അങ്ങനെയല്ല, നീ പറയുന്നത് പോലെ അല്ല ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ജോർജിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു അവളോട് പറയുന്നുണ്ട്, നീ പുറത്ത് നിൽക്കാതെ അകത്തേക്ക് കയറി, ഇപ്പൊ പോകരുതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതിന് ചെവി കൊടുക്കുന്നില്ല.
അരുണിമയുടെ ഫോണിലേക്ക് വിളിച്ച ഒരു വ്യക്തി ഒരു മെയിൽ ശബ്ദമാണ്, ഒരു പുരുഷന്റെ ശബ്ദമാണ്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു, അത് അവരുടെ വീടാണെന്നും അവർക്ക് കംഫർട്ടബിൾ അല്ല, അവർ ഓക്കെ അല്ലെങ്കിൽ നീ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ നീ അവിടുന്ന് ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ നീ അവിടുന്ന് മാറിപ്പോവുക എന്നുള്ളതാണ്. അതല്ലേ മാന്യതയും മര്യാദയും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നീ അവിടെ പ്രശ്നം ഉണ്ടാക്കരുതെന്നുള്ള രീതിയിൽ ആ വ്യക്തി സംസാരിക്കുന്നുണ്ട്. അരുണിമ ആ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ചെയ്യേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടിയില്ലായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി അരുണിമ ഈ ചെയ്തതൊക്കെ കൊണ്ട് അവർക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടായ ചില കുഴപ്പങ്ങളും പ്രശ്നങ്ങളെ പറ്റിയുമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അരുണിമ ആ രാജ്യത്ത് ചെന്നപ്പോൾ ചെയ്യേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ അതാണ് സംസാരിക്കുന്നത്. സ്വന്തം രീതിയിൽ അക്കോമഡേഷൻ സെറ്റ് ചെയ്യുക, ട്രാവൽ കാര്യങ്ങളെല്ലാം സ്വന്തമായി തന്നെ പുള്ളിക്കാരത്തി ചെയ്യണമായിരുന്നു. മറ്റൊരാളുടെ സഹായം തേടാൻ പരമാവധി മറ്റൊരാളുടെ സഹായം തേടാതിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് ഈ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. മാത്രവുമല്ല അവരുടേതായിട്ട് വ്യക്തിപരമായ ഒരു എക്സ്പീരിയൻസ്, ഒരു കോൺഫിഡൻസ് വർദ്ധിക്കാനും അത് സഹായിച്ചേനെ. ഇനി മറ്റൊരു രാജ്യമാണ്, ഭാഷയുടെ പ്രശ്നമുണ്ട്, സ്ഥലങ്ങൾ പരിചിതമല്ല, അവിടുത്തെ കൾച്ചറിനെ പറ്റി വലിയ രീതിയിൽ നമ്മൾ പുറമെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് അനുഭവിക്കുക എന്നുള്ളത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. അത്തരം സാഹചര്യങ്ങളിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായിരുന്നു എങ്കിൽ അവരുടെ കൺവീനിയൻസ് ഒക്കെ ഒന്ന് നോക്കണ്ടായിരുന്നു. ആ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി അവരെ എയർപോർട്ട് തൊട്ട് പിക്ക് ചെയ്യുന്നു, ന്യൂയോർക്ക് സിറ്റീസ് എല്ലാം കൊണ്ടുപോയി കാണിക്കുന്നു, അവിടെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, വളരെ വാമായിട്ടുള്ളൊരു വെൽക്കം ചെയ്തു, വളരെ നന്നായിട്ട് അവളെ സ്വീകരിച്ച ആ ഒരു ഫാമിലിയോടെ കൺവീനിയൻസും കൂടി അവൾ നോക്കണമായിരുന്നു. ഫാമിലി ഒരു പക്ഷേ അവളോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും, വളരെ 4 വർഷമായിട്ട് അവളെ പരിചയമുണ്ടെന്നും ഇപ്പൊ USA വന്നു കഴിഞ്ഞാൽ അപ്പം വിളിക്കണം, കൂട്ടിക്കൊണ്ടു പോകാം, നമ്മുടെ വീട്ടിൽ താമസിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെങ്കിൽ പോലും ഒരു അതിഥി എന്നുള്ള രീതിയിൽ അവൾ അവളുടേതായിട്ടുള്ള ഒരു മര്യാദ അവിടെ പാലിക്കേണ്ടിയിരുന്നു. അവർക്ക് ഞാനിവിടെ താമസിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മറ്റുള്ളവർ ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അവരെല്ലാവരും അറിഞ്ഞിട്ടാണോ ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് അക്കോമഡേഷൻ നിങ്ങൾ തന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഓരോ ദിവസവും അവരോട് ഇനി ആരെങ്കിലും ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടോ വേറെ ആരെങ്കിലും വരാനുണ്ടോ, ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മറ്റേതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തൊട്ടടുത്ത് ഏതെങ്കിലും ഹോട്ടലിലേക്ക് റൂം എടുത്ത് മാറിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ അത് വളരെയധികം ഫ്രണ്ട്ലിയുമായതിനെ അവർക്ക് അവളെ പറ്റിയുള്ള റെസ്പെക്റ്റ് വളരെ വലിയ രീതിയിൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അത് അരുണിമ അവിടെ ചെയ്തില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരുപക്ഷെ അരുണിമ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇൻസിഡന്റും കാര്യങ്ങളും അവളുടെ ആ ഒരു മെട്രോ സ്റ്റേഷൻ ഇൻ ബിറ്റ്വീൻ ഹൗസ് അവിടെ എന്തൊക്കെയോ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷെ അവൾക്ക് അനുകൂലമായിരിക്കാം പ്രതികൂലമായിരിക്കാം, എന്ത് തന്നെ ആയിരുന്നാലും അവള് ഒരിക്കലും ആ മോശപ്പെട്ട അവസ്ഥയിലൂടെ അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പാടില്ലായിരുന്നു. അവർ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങളും 2 തൊട്ട് 3 ദിവസം വരെ അവൾ അവിടെ താമസിച്ചു. 3-ാമത്തെ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം അവൾക്ക് ഫുഡും അക്കോമഡേഷനും ഒക്കെ കൊടുത്ത് ആ ഫാമിലിയെ നല്ല രീതിക്ക് അവരോട് സംസാരിക്കുകയും അവർ ചെയ്ത കൊടുത്ത ആ ഉപകാരത്തിന് നന്ദിയും പറഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ ആ ബന്ധം പിന്നെയും നിലനിൽക്കും, അവളോടുള്ള ബഹുമാനം ആ ഫാമിലിക്ക് വർദ്ധിച്ചു. പക്ഷെ അവിടെ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളത് അരുണിമ അവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യം ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അരുണിമ അവിടെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ജോർജ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെ തന്റെ വീഡിയോയിലൂടെ അരുണിമ ലോകത്തെ അറിയിച്ചു. നമ്മൾ മനസ്സിലാക്കണം, USA ആണ്, അവിടെ താമസിക്കുന്ന ആ ഫാമിലിക്ക് ആ രാജ്യത്ത് തന്നെ അവൾ അവളുടെ വീഡിയോയിലൂടെ അപമാനം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത്. ആ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ, വ്യക്തികളെ പറ്റി മോശമായിട്ടൊരു പിക്ചറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം രീതിയിലുള്ള വീഡിയോയിലൂടെ അവൾ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് അവൾ ഒരിക്കലും അവിടെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ ആ ജോർജ് എന്ന് പറയുന്ന 70 വയസ്സുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തി സ്വന്തം മക്കളുടെ വീട്ടിൽ ബേസ്മെന്റിലാണ് താമസിക്കുന്നതെന്നും അവിടെ റെന്റ് കൊടുത്താണ് താമസിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മോശം സാഹചര്യത്തിലൂടെയാണ് അവിടെ കടന്നു പോകുന്നതെന്നുള്ള ആ മക്കളെയും കുടുംബത്തിന്റെയും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ ഈ വീഡിയോയിലൂടെ സാധിച്ചു എന്ന് പറയുമ്പോൾ അരുണിമ ചെയ്തത് ഏറ്റവും വലിയൊരു മോശമാണ്. അവളോട് നല്ലത് ചെയ്ത ആ ഫാമിലിയോട് അവൾ കാണിച്ച ഏറ്റവും മോശമായിട്ടുള്ള ഒരു പരിപാടി. പിന്നെ ആ കൊച്ചുമക്കളെയൊക്കെ വളരെ മോശമായിട്ടാണ് അവരോട് സംസാരിക്കുന്നതും അതിനുശേഷം അവൾ ഇട്ട റിയാക്ഷൻ വീഡിയോയിലും വളരെ മോശമായിട്ടാണ് അരുണിമ സംസാരിക്കുന്നത് എന്നുള്ളത് അരുണിമ അവിടെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ അമേരിക്കക്കാരെല്ലാവരും ഇങ്ങനെയാണോ, ഇവിടെ ഈ കൾച്ചറാണോ എന്നുള്ള രീതിയിൽ ആ നാട്ടിൽ പോയിട്ട് ആ നാട്ടിലെ കൾച്ചറിനെ മോശമാക്കി സംസാരിച്ചതും അരുണിമ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. മക്കൾ വളരെ മോശമായിട്ടാണ് ആ ജോർജിനോട് പെരുമാറുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. അതവരുടെ വ്യക്തിപരമായ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊന്നും അരുണിമ സ്വന്തം വീഡിയോയിലൂടെ പുറം ലോകത്തെ അറിയിക്കേണ്ടതായിട്ടുള്ള യാതൊരു ധാർമ്മികതയും അരുണിമയ്ക്കില്ലായിരുന്നു. പക്ഷെ അരുണിമ അത്തരം രീതിയിലുള്ള
വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതല്ല, എന്നെ ക്ഷണിച്ചിട്ട് വന്നതാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആയിരിക്കാം ആ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം അരുണിമയെ ക്ഷണിച്ചു അവിടെ കൊണ്ടുവന്നായിരിക്കും. പക്ഷെ അത് അവരുടെ കൊച്ചുമക്കൾക്ക് കൺവീനിയന്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവരുടെ വീടല്ലേ, അപ്പൊ ആ രീതിക്ക് അത് അരുണിമ അവിടെ നിന്നും വളരെ നന്നായിട്ട് ഇറങ്ങി പോകേണ്ടതായിരുന്നു. അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അവരുമായിട്ടൊക്കെ ഒരു ഹായ് ബായ് ഒക്കെ പറഞ്ഞു പോകുന്നതിന് പകരം രാത്രിയിൽ അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ അരുണിമ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വളരെ മോശമായ കാര്യമാണ്. അവരുടെ വീടും അഡ്രസ്സും ഒക്കെ തെറ്റായിട്ട് ഉപയോഗിച്ചു. കുടുംബത്തിലെ വ്യക്തികളോട് മാന്യമായി സംസാരിച്ചില്ല. ഇതൊക്കെ അരുണിമ അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇനി അരുണിമയുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് ഉണ്ടായ കുറെ ദോഷങ്ങളുണ്ടല്ലോ, അതാണ് ഇനി നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ഒന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ, ആ 70 വയസ്സുകാരനായ മനുഷ്യൻ വളരെ നന്നായിട്ട് അരുണിമയെ സ്വീകരിച്ച ആ വ്യക്തി ലോകക്കാരുടെ മുമ്പിലെല്ലാം അപമാനിക്കപ്പെട്ടു. കാരണം തന്റെ മക്കള് തന്നോട് ഇത്രയും മോശമായ രീതിയിലാണ് ഇടപഴകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ റെന്റ് കൊടുത്ത് സ്വന്തം മക്കളുടെ വീട്ടിൽ താമസിക്കുക, ബേസ്മെന്റിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ഭിക്ഷക്കാരുടെ സ്റ്റൈലിലാണ് തങ്ങളുടെ മക്കളുടെ മുമ്പിൽ തങ്ങളുടെ മക്കൾ തന്നെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും ഒന്നും ലോകത്തെ അറിയിക്കാനോ അല്ലെങ്കിൽ അത്തരം രീതിയിൽ അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ളതൊന്നും അവർ ഒരുപക്ഷെ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിച്ച് അവരെ അപമാനിച്ചത് അരുണിമയുടെ ഒരു ഹൃദയ വിശാലതയില്ലായ്മയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ മനുഷ്യന്മാരെ നേരിട്ട് മനസ്സിലാക്കി അവരുടെ ഓരോ ഇമോഷൻസും മനസ്സിലാക്കി പെരുമാറേണ്ട അനുപമ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ആ മനുഷ്യനെ ആ നാട്ടിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതൃനാട്ടിലും അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നു എന്നുള്ളത് വളരെ ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയ മോശപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ലേബലിൽ അപമാനിക്കപ്പെട്ടു. അത് ഒരിക്കലും ഒരു മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇനി ആ കുടുംബം അരുണിമയ്ക്കെതിരെ നിയമ നടപടിക്ക് പോയേക്കാം. കാരണം ആ കുടുംബത്തെ ആ രാജ്യത്തെ എന്ന് അവിടുത്തെ സിറ്റിസൺ ആണ്. അവരെ അവിടെ അപമാനിച്ചു. അവരുടെ വീടിന്റെ ഈ പറയുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അവരുടെ അനുവാദമൊന്നും മേടിച്ചിട്ടല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ രീതിക്ക് അരുണിമയ്ക്കെതിരെ അവർക്ക് നിയമ നടപടിക്ക് മുമ്പോട്ട് പോകാം. അത് അരുണിമയുടെ തുടർന്ന് ആ രാജ്യത്തേക്കുള്ള പ്രവേശനത്തെ വരെ ചിലപ്പോൾ ദോഷമായിട്ട് ബാധിച്ചേക്കാം. അപ്പൊ ഇത്തരം രാജ്യങ്ങൾ അമേരിക്ക ചെന്നു അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള അവരെ മോശപ്പെടുത്തി എന്നുള്ളത് ഒരു ബ്ലാക്ക് മാർക്കായിട്ട് അരുണിമയ്ക്ക് തുടരും എന്നുള്ളതും ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അടുത്തതായിട്ടെന്ന് പറയാൻ അരുണിമ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു വ്യക്തി, ആ ഒരു ഇന്നർ പേഴ്സൺ പുറത്തു വന്നു. ഇത്രയും നാൾ അരുണിമ ചിരിക്കുന്നു, വർത്താനം പറയുന്നു, എല്ലായിടത്തും പോകുന്നത് അതിനെയൊക്കെ പോസിറ്റീവായിട്ട് കണ്ടവർ പോലും അരുണിമ ഇത്ര മോശപ്പെട്ട സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത് അത് ഒരു അരുണിമയ്ക്ക് ഒരു നെഗറ്റീവ് ആയിരിക്കും. മാത്രമല്ല അരുണിമയ്ക്കുള്ള ഒരു പിന്തുണ സോഷ്യൽ മീഡിയയിൽ കുറയാനുള്ള സാധ്യതയും ഇതിൽ നിന്നുണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടായേക്കാം എന്നുള്ളതും ഇതിന്റെ ഒരു നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം ആണ്. ഇനി ഇത്തരം പ്രവൃത്തികളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സതുപദേശം അല്ലെങ്കിൽ സാരോപദേശം ഇത്ര മാത്രമേ ഉള്ളൂ. അതും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ നിർത്തക്കട്ടെ. അന്യ നാട്ടിൽ പോയാൽ അവിടുത്തെ സംസ്കാരവും അവിടുത്തെ വ്യക്തികളെയൊക്കെ ബഹുമാനിക്കാൻ വേണ്ടി പഠിക്കുക. ഇവൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഹോഡ്ലി ആയിട്ടുള്ള വെൽക്കം കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോൾ നല്ല ട്രീറ്റ്മെന്റും ആയിരിക്കത്തില്ല. മോശപ്പെട്ട പ്രതികരണങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് വന്നേക്കാം. കൾച്ചറുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. എന്നിരുന്നാൽ പോലും ആ നാട്ടിലെ സംസ്കാരത്തെയും ആ വ്യക്തികളെയൊക്കെ ബഹുമാനിക്കാനും മാന്യരെന്ന് എണ്ണാനുമുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ യാത്രകളൊക്കെ വളരെയധികം നമുക്ക് ഊർജ്ജസ്വലവും അതേപോലെ തന്നെ വളരെയധികം ഹൃദ്യവുമായി തീരത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആരുടെയും സഹായം പരമാവധി ആവശ്യപ്പെടാതിരിക്കുക. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ ഇടയ്ക്കും പറഞ്ഞ കാര്യം. ആരുടെയും സഹായം പരമാവധി ആവശ്യപ്പെടാതിരിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ആരെങ്കിലും ഓഫർ ചെയ്താൽ പോലും അവരോട് നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മാന്യതയാണ്. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളും അരുണിമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് അരുണിമയുടെ ഈ ഒരു US ട്രിപ്പ് എന്ന് പറയുന്നത് അത് അരുണിമയ്ക്കും അരുണിമയുടെ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്കും അത് ഒട്ടും രസിക്കുന്നതല്ല, നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അരുണിമയുടെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് അരുണിമയുടെ ഭാഗത്താണോ ഇനി തെറ്റ്, ആ കുടുംബത്തിന്റെ ഭാഗത്താണോ ഇനി തെറ്റെന്നുള്ളൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ അരുണിമയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് തെറ്റ്. പിന്നെ രാത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും അതൊരു തെറ്റാണ്.
പിന്നെ ആ വീട്ടുകാരുടെ ഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ ഭാഗത്തിൽ നമുക്ക് തെറ്റ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അവരുടെ വീടാണ്, അവരുടെ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കേണ്ട എന്നൊക്കെ പറയുന്നത് അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവര് 2 ദിവസത്തെ സാവകാശം അരുണിമയ്ക്ക് കൊടുത്തു. ഐ തിങ്ക് ശനിയാഴ്ചയാണ് ഈ കാര്യം സംസാരിക്കുന്നത്, ഞായറാഴ്ച ഒരു ദിവസമുണ്ട്, തിങ്കളാഴ്ച മോർണിംഗിൽ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകണം എന്നാണ് ആ ഫാമിലി പറയുന്നത്. അപ്പോൾ ഇൻ കേസ് അരുണിമയ്ക്ക് അതൊരു സൗകര്യപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നുവെങ്കിൽ അരുണിമ അന്നത്തെ രാത്രി അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയോ കഴിക്കാതെയോ എങ്ങനെയോ ആയിക്കോട്ടെ, രാവിലെ അവർ എഴുന്നേച്ച് എല്ലാവരെയും ഒന്ന് വിഷൊക്കെ ചെയ്ത് ഒരു ഹായ് ബായ് പറഞ്ഞ് പോകാമായിരുന്നു. ഇതൊന്നും അരുണിമ ചെയ്യാതിരുന്നത് വളരെ മോശമായി പോയി. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രതികരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു രീതി നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറി എന്നത് മാത്രമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നു. എൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ, അല്ല നിങ്ങളുടെ വ്യക്തിപരമായ ഈ അരുണിമയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ, അല്ല കുടുംബത്തിന്റെ ഭാഗത്താണ് ശരി, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.